ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. രാത്രിയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് കപ്ലിങ്ങ പറിക്കാൻ വേണ്ടി രാവിലെ അവിടെ ഒന്നേക്കും കൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോഴത്തേക്കും അമ്മ കുറേ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തികയത്തില്ല. നമ്മുടെ അയൽവാസികൾക്കൊക്കെ കപ്ലിങ്ങ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചധികം പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നിറയെ അതുണ്ടല്ലോ. നമ്മുടെ താഴ്രാജ്യത്ത് അതിന് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ആ കപ്ലിങ്ങയൊക്കെ ചെറിയ കപ്ലിങ്ങയാണ്. അങ്ങനെ കുറേ എണ്ണം അവിടുന്ന് പറിച്ച് അടുക്കി കൂട്ടി വെച്ച് വണ്ടിക്കകത്ത് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ പിള്ളേരോട് കുറച്ച് നേരം കളിച്ച് അവിടുന്ന് വേഗം പോരുകയും വേണമല്ലോ, ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുകയും വേണമല്ലോ എന്നുള്ളത്. ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കുറച്ച് ചോറ് വാരി തിന്നു കേട്ടോ. ഇവർ രണ്ടുപേരും തിന്നൊന്നുമില്ല കേട്ടോ. അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ. ആ വെയിൽ കാര്യമാക്കാതെ ഞങ്ങൾ നോക്കുമ്പോൾ വരുന്ന വഴിക്ക് കൂടെ വലിയ പ്രദക്ഷിണവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇത്രയും വെയിലത്തും പ്രദക്ഷിണം പോവുകയാണെങ്കിൽ വണ്ടിക്കുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ വിട്ടു പോകുന്നത് നമ്മുടെ തക്കുടുമണികളും കുട്ടുമണികളൊക്കെ ഇവിടെ തന്നെയായിരുന്നല്ലോ. അപ്പുക്കുട്ടനെ കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നും കഴിക്കാനില്ലാത്തത് കൊണ്ട് കുറച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ വാങ്ങിയേ. നമ്മൾ വരുമ്പോൾ നമ്മുടെ കുട്ടുമണീസൊക്കെ നമ്മളെയും കാത്തി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിലും നമ്മുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും കരയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.